Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammad wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammad wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khayral hadithi kitabullah wa khayral hadiyyi hadiyyu Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin fin-nar. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ധാരാളമായി അനുഭവിക്കുന്നതും അധികമായി ആഗ്രഹിക്കുന്നതുമായ വിഷയം അല്ലാഹുവിന്റെ റഹ്മത്ത് അഥവാ കാരുണ്യം എല്ലാ സന്ദർഭങ്ങളിലും ആവശ്യമായ നിലക്ക് അനുയോജ്യമായ രീതിയിൽ ലഭിക്കണം, ഉണ്ടാകണം എന്നതാണ്. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു നൽകുന്ന കാരുണ്യമാണ്, അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുക വിശ്വാസത്തിൽ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നിലനിർത്തുന്ന ആളുകൾ മാത്രമാണ്. അല്ലാത്തവർക്ക് എല്ലാം പ്രശ്നമായിരിക്കും. ഏതൊരു സമയത്തും സന്ദർഭത്തിലും അവർക്കുള്ള കാര്യങ്ങൾ അവരെ അലട്ടുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളായി മാത്രമാണ് അവർക്ക് തോന്നുക. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഫിയത്തുള്ള, ആരോഗ്യമുള്ള സമയമാകട്ടെ, രോഗബാധിതനായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന നേരമാകട്ടെ, അതെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തായി, കാരുണ്യമായി കിട്ടിയതാണ്. എന്റെ റബ്ബിനെ ഓർത്തും സ്മരിച്ചും അനുസരിച്ചും അവനിലേക്ക് അടുത്തുമാണ് നന്ദിയുള്ള ഒരടിമയായി ഞാൻ ജീവിക്കേണ്ടതെന്ന്
തിരിച്ചറിഞ്ഞുകൊണ്ടും ഉൾക്കൊണ്ടുമാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ സദാസമയം ഉണ്ടാവുക. സഹോദരങ്ങളെ, റഹ്മത്ത്, കാരുണ്യം എന്നത് വില പറയാനാകാത്ത അത്ഭുതകരമായ ഒന്നാണ്. എവിടെ പോയി വിലപേശിയാലും നമ്മുടെ നേരെ ആർക്കും നീട്ടിത്തരാൻ കഴിയാത്ത, എന്നാൽ അല്ലാഹുവിന്റെ വിധിയും തീരുമാനവും ഉണ്ടെങ്കിൽ എത്ര വലിയവൻ തടുത്താലും, എത്ര വലിയവൻ പ്രതിരോധം തീർത്താലും ആ റഹ്മത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും മുടക്കാനോ തടുക്കാനോ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള, അനുഭവിക്കുന്ന കാര്യമാണ് റഹ്മത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത് മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കുന്ന, അല്ലാഹു വിട്ടുകൊടുക്കുന്ന അനുഗ്രഹം, ഫലാ മുംസിക ലഹാ, അതിനെ പിടിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. എത്ര കണക്ക് കൂട്ടി തീരുമാനിച്ച് കൂടിയാലോചിച്ച് വന്നവരുടെ പേരുകളൊക്കെ എഴുതി ഒപ്പിട്ട് പുസ്തകം മടക്കി വെച്ചാലും അല്ലാഹു തീരുമാനിച്ചതാണോ ഒരാൾക്കും തടുക്കാൻ കഴിയില്ല, ഒരാൾക്കും അതിനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു, ഇനി അല്ലാഹു പിടിച്ചു വെച്ചത്, അല്ലാഹു കണക്കാക്കാത്തത്, റബ്ബിന്റെ തീരുമാനത്തിലില്ലാത്തത്, ഫലാ മുർസില ലഹു, അതിനെ തുറന്നുവിടാൻ, അഴിച്ചുവിടാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഒരാളുടെ ആഫിയത്തിനെ നിലനിർത്താനാണ് അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ ആ ആഫിയത്തിന് കോട്ടം വരുത്താൻ ലോകത്തുള്ള സകല സൃഷ്ടികൾ ഒരുമിച്ചാലും അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് അല്ലാഹു കണക്കാക്കിയ റഹ്മത്തിന്റെ പ്രത്യേകത. രോഗിയായി കിടക്കുന്ന, കഷ്ടപ്പാടും വേദനയും അടക്കിപ്പിടിച്ച് സഹിച്ച് ജീവിക്കുന്ന ഒരാൾ, അയാളെ പരിചരിക്കാനും അതുപോലെ തന്നെ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അയാൾ ആ പ്രയാസവും ബുദ്ധിമുട്ടും ഒറ്റക്ക് സഹിക്കുകയാണ്. ആരുടെ സഹായവും സഹകരണവും അയാൾക്കില്ല. അല്ലാഹുവിന്റെ തീരുമാനം അയാളുടെ രോഗം ഭേദമാക്കാനും സുഖപ്പെടുത്താനുമാണെങ്കിൽ സഹോദരങ്ങളെ, ഒരു ഡോക്ടർ അയാളെ പരിശോധിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗുളിക അയാൾ കഴിക്കേണ്ട ആവശ്യമില്ല, ഒരു മരുന്ന് അയാളെ നാവിൻ തുമ്പത്ത് അയാൾ വെക്കേണ്ട ആവശ്യമില്ല. അയാളെ കുടുംബത്തിലും കൂട്ടുകാരിലും നാട്ടുകാരിലും പെട്ടവർ അയാൾക്ക് ഒരു ചെറിയ വിരൽ കൊണ്ടുപോലും തടവിയോ തലോടിയോ സഹായിക്കേണ്ടതില്ല. അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ ആ രോഗത്തിൽ നിന്ന് അയാൾ മുക്തനായി അയാളുമായി ബന്ധപ്പെട്ടവരിലേക്ക് തിരിച്ചു വരും. ഇതാണ് റബ്ബ് കണക്കാക്കിയ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. അതുമ തൊടാനും അതിനെ കുത്തി പൊളിക്കാനും, അല്ലെങ്കിൽ അതൊരു ചീഞ്ഞതാണ്, പൊടി പിടിച്ചതാണ്, ആർക്കും വേണ്ടാത്തതാണ് എന്ന നിലക്ക് തള്ളി മാറ്റാനൊന്നും അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആർക്കും ശക്തിയില്ല. അത് കഴിയൂല. ഇത് റബ്ബ് കണക്കാക്കിയ റഹ്മത്താണ്. അതാണല്ലോ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത്, അല്ലാഹുവേ നീ തന്നതിനെ മുടക്കാൻ ആരുമില്ല. ആണോ? നീ തന്നതിനെ മുടക്കാൻ ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ മുടക്കിയതിനെ തരാൻ കഴിവുള്ള ഒരു ശക്തിയുമില്ല. എല്ലാ പേപ്പറിലും ഒപ്പിട്ടു, എല്ലാ രേഖകളും കൊടുത്തു, വക്കാലത്തിനു വേണ്ടി മുന്തിയ ആളുകളെ സമീപിച്ചു, അവരൊക്കെ വക്കാലത്ത് പറഞ്ഞു. അവസാനം ഒപ്പിടേണ്ട ആളാരാണോ അയാളെ മേശപ്പുറത്ത് ഫയലെത്തി. നാളെ നേരം പുലർന്നാൽ ഓഫീസ് തുറക്കപ്പെട്ടാൽ ആ ഫയലിൽ ഒപ്പുവെച്ച് കാര്യങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട് എന്ന വാർത്ത കാത്തിരിക്കുകയാണ്. നമ്മളെ മനസ്സിൽ ഒക്കെ ശരിയായിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധിയിൽ മറിച്ചാണ്.
ആ ഫയലിൽ ഒപ്പുവെക്കേണ്ട ആള് അന്ന് ഓഫീസിലേക്ക് എത്തണ്ട എന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഇനി ആര് സമരം ചെയ്ത് അതുപോലെ തന്നെ വണ്ടി വിളിച്ചു പോയിട്ടും കാര്യമല്ല, അതിലൊപ്പിടാൻ കഴിയൂല. നമ്മളെ വിചാരമല്ല റബ്ബിന്റെ തീരുമാനം, റബ്ബിന്റെ തീരുമാനമല്ല നമ്മുടെ വിചാരം. ഇതത്രയും സ്വകാര്യമായി രഹസ്യമായി അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, എന്താണ് എത്ര പെട്ടെന്നാണ് ഓനൊക്കെ കരകയറിയത്, എത്ര പെട്ടെന്നാണ് അമ്പിക്കിടന്ന അമർന്നു കിടന്ന ഓനൊക്കെ എണീറ്റ് വളരെ ഉഷാറായി സജീവമായി നമ്മളെ കൂടെ വന്നത്. നമ്മൾ തന്നെ അന്താളിച്ചു പോവുകയാണ്. ഒരാള് മരിച്ചു എന്ന് നമ്മൾ കണക്കാക്കി, ഇനി അവന് അനങ്ങാൻ കഴിയൂല, എന്താണ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ വിധി എഴുതി. ഒരു സുപ്രഭാതത്തിൽ നമ്മളെക്കാൾ ഉഷാറായി ഉന്മേഷമുള്ള ആളായി അയാൾ രംഗത്ത് വരുന്നു. അയാളെ നോക്കി പറഞ്ഞ നമ്മളോ ഊരവേദന, കാലുവേദന, തലവേദന, പെരടിവേദന, പള്ളവേദന, നമ്മൾ വേറെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ആഫിയത്തിന്റെ കാര്യം, രോഗത്തിന്റെ കാര്യം നമ്മുടെ കയ്യിലല്ല, അത് റബ്ബിന്റെ തീരുമാനത്തിൽ പെട്ടതാണ് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാരെ ഉൾക്കൊള്ളുള്ളൂ? ലോകത്തെല്ലാ മനുഷ്യരും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ അവർക്കൊരിക്കലും അള്ളാഹുവിനെ വിസ്മരിക്കാൻ കഴിയൂല. അള്ളാഹുവിനെ മറന്ന് അവനെ ഓർക്കാതെ, അവനെ അനുസരിക്കാതെ, അവന് നന്ദി കാണിക്കാതെ ഒരു നിമിഷം ജീവിക്കാൻ കഴിയൂല. ഈ വസ്തുത മനസ്സിലാക്കിയാൽ, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോ ഒക്കെ അള്ള കണക്കാക്കിയതാണ്, ഒക്കെ റബ്ബ് കണക്കാക്കിയതാണ്, എന്താ ഇപ്പൊ ചെയ്യണു, അള്ള തരല്ലേ, നമ്മൾ എടുക്കല്ലേ എന്നാണ്. അതേ മനുഷ്യന് പെട്ടെന്ന് മാനസികമായി ശാരീരികമായി ഒരു പ്രശ്നം വന്നാലോ, മണിക്കൂറുകൾക്ക് മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാ എന്ന് നിറഞ്ഞു നിന്ന ആ നാവ് നേരെ തിരിയുന്നു. എന്തൊരു പരീക്ഷണം, എന്തൊരു ഇടങ്ങേറ്, എന്തൊരു മുസീബത്ത്, എന്തൊരു മാരകം, എന്തൊക്കെയാണ് പിന്നെ നാവിലൂടെ കടന്നു വരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റഹ്മത്താണ് എല്ലാം. ഒരു വേദനയായാലും സമാധാനമായാലും അതൊക്കെ റബ്ബിന്റെ റഹ്മത്താണ്. ഒരു ചെറിയ നഖത്തിന്റെ പൊട്ടുപോയി സഹിക്കവയ്യാത്ത വേദനയുണ്ടെങ്കിലും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അല്ലാഹ്ക്കാണ് സ്തുതി. സാമ്പത്തികമായി ഞെരുക്കമുണ്ട്, പലർക്കും രോഗമാണ്, പ്രയാസമാണ്, പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്. ആ അവസ്ഥയിലും വിശ്വാസിക്കുള്ള മറുപടി എന്താണ്? ഇതേ മറുപടിയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടി, മക്കൾക്കെല്ലാം ജോലിയായി, നല്ല മരുമക്കളെ കിട്ടി, കുടുംബക്കാർ നമ്മുടെ കാര്യത്തിൽ സന്തുഷ്ടരാണ് എന്ന് കരുതി ഞെളിഞ്ഞ് ഞെളിച്ച് നടക്കല്ല. മറിച്ചെന്താ വിശ്വാസി പറയുക? അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. ഇതൊക്കെ റബ്ബ് തീരുമാനിച്ചതാണ്, അള്ള കണക്കാക്കിയതാണ്. അല്ലാതെ ഈ മരുവോള് വന്നുകൊണ്ടല്ല, മകൻ അവിടെ ഇവിടെയും പോയതുകൊണ്ടല്ല, വലിയ പേപ്പറുകൾ ഫയലിലാക്കി വെച്ചത് കൊണ്ടല്ല, എന്റെ റബ്ബ് കണക്കാക്കിയത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ ബോധം നഷ്ടപ്പെട്ട ഒരു വെറും തടിയായി നമ്മൾ ഒരിക്കലും മാറ്റപ്പെടാൻ പാടില്ല. വെറും തടികളല്ല നമ്മൾ ജീവനുള്ള, റബ്ബിനെ ഓർത്ത് ആ ജീവനെ നിലനിർത്തുന്ന തടികളാണ്. ശരീരത്തിന്റെ ജീവനേക്കാൾ പ്രധാനം മനസ്സിന്റെ ജീവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവനാണ് വിശ്വാസി. അതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ സദാ ലഭിച്ചുകൊണ്ടിരിക്കാൻ, ആ റഹ്മത്ത് എന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ അനുഭവിക്കുന്നു എന്ന ആ ബോധ്യത്തോടെ ജീവിക്കാൻ ചില കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ അൽ ഇഹ്സാൻ, നന്മ എന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയും നല്ലവൻ, നല്ല ഒരാൾ, നല്ല ഒരാണ്, നല്ല ഒരു പെണ്ണ്, നല്ല ഒരു ബാപ്പ, നല്ല ഒരു ഉമ്മ, നല്ല ഒരു മകൻ, നല്ല ഒരു മകൾ, നല്ല ഒരു സുഹൃത്ത്, നല്ല ഒരു നാട്ടുകാരൻ, നല്ല ഒരു അയൽവാസി, നല്ല ഒരു ജോലിക്കാരൻ, എല്ലാ മേഖലയിലും
സ്വഭാവരംഗത്ത്, പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, അതിലേറെ ആരാധനകളുടെ വിഷയത്തിൽ, മതബോധത്തിന്റെ കാര്യത്തിൽ സഹോദരങ്ങളെ മുഹ്സിൻ, സൽവൃത്തൻ, നല്ലവൻ എന്ന പദവിയിലേക്ക് ഉയരാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നല്ലവർക്ക് എന്റെ റഹ്മത്ത് എപ്പോഴുണ്ട്, അവരടുത്തുണ്ട് എന്നാണ്. നല്ലവർക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, സ്വഭാവപരമായി നല്ല നിലക്ക് ജീവിക്കുന്ന ഒരാൾ, ഇടപാടുകളിലും പെരുമാറ്റത്തിലും നല്ല നിലക്ക് ജീവിക്കുന്ന ഒരാൾ, അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം പറയണമെങ്കിൽ പറയാൻ തീരുമാനിച്ചവർ എത്ര പ്രയാസപ്പെടണം, എന്തെല്ലാം കളവുകൾ പറയണം, എന്തെല്ലാം നുണകൾ പറയണം, ആരൊക്കെ വിളിച്ച് എന്തെങ്കിലും ഒരു കടുകുമണി വലിപ്പത്തിലുള്ളത് കിട്ടുമോ എന്ന് അന്വേഷിക്കണം, പരതണം, അല്ലേ? എന്തേ കാരണം? അയാളെ ജീവിതത്തിൽ മഷിട്ട് നോക്കിയാൽ പോലും അങ്ങനൊന്നും കാണൂല. അത്രക്ക് ആള് ക്ലിയറാണ്, നല്ല വ്യക്തിത്വമാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്, അച്ചടക്കമുള്ള മര്യാദയുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ കുഴപ്പക്കാരനാക്കണമെങ്കിൽ ആക്കാൻ ശ്രമിച്ചവർ പൊടിപിടിച്ച് വിയർത്ത് എത്ര പ്രയാസപ്പെടണം. എന്തേ കാരണം? അത് റബ്ബ് കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ്, അല്ല കൊടുക്കുന്ന ഒരു കാവലാണ്. ഇനി അങ്ങനെ തട്ടിക്കൂട്ടി കളവിലൂടെ വല്ലതും പറഞ്ഞാലോ കേൾക്കുന്നവർ പറയും, നിനക്ക് വേറെ പണിയില്ലടാ, ഈ നാട്ടിൽ ഇയാളെ കുറിച്ച് ഇങ്ങനത്തെ അഭിപ്രായം വൃത്തികെട്ടവനെ നീയല്ലാതെ വേറെ ആര് പറയും? എന്തൊരു നല്ല മനുഷ്യനാണ്, എന്തൊരു നല്ല വ്യക്തിയാണ്, എന്നും പള്ളിയിലുണ്ട്, അയാളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, ആരോടും പുഞ്ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നില്ല, അസൂയയില്ല, പകയില്ല, കുശുമ്പില്ല, വാശിയില്ല. അങ്ങനത്തെ ഒരാളെ പറ്റിയിട്ട് ഇത് പറയാൻ, എടാ മോശക്കാരാ, നിനക്കെന്നെ കഴിയുള്ളൂ എന്നല്ലേ അയാളെ കേൾക്കുന്നവർ പറയുക? സഹോദരങ്ങളെ, അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഏറ്റവും പ്രധാനം, മതബോധം നഷ്ടപ്പെടാത്ത ഒരാളായി ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ വ്യക്തിത്വം തകരൂല, നമ്മൾ എവിടെയും ക്ഷീണിക്കൂല, എവിടെയും തളരൂല. ഏത് പ്രയാസങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് മുമ്പിലും മനസ്സിന്റെ കരുത്ത് അവിടെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിലോ പതറും, പൊട്ടിപ്പോകും, ചെതറിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ആവർത്തിച്ച്, ഖുർആന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്, നല്ലവരാകൂ നിങ്ങൾ. ആത്മാർത്ഥതയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന ഒരു നല്ല മുഹ്സിനായി, ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നു, എന്നെ നിരീക്ഷിക്കുന്നു, എന്റെ ചലനങ്ങൾ അറിയുന്നു, എന്റെ വിചാരങ്ങൾ അറിയുന്നു എന്ന ആ ഒരു തിരിച്ചറിവോടെ ജീവിക്കണം എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, സൂക്ഷ്മതയുള്ള ജീവിതം വേണം. കാപട്യം പാടില്ല, പരിഹാസം പാടില്ല, നിഷേധം പാടില്ല, ധിക്കാരം പാടില്ല. നമ്മൾ ആരാ സഹോദരങ്ങളെ? ഏറ്റവും സമ്പൂർണ്ണ മാതൃകയായി പഠിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു കാര്യത്തെ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ ആരാണ്? അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ, ആ കൽപ്പനയെ തൊട്ട് മുഖം തിരിക്കാൻ നമുക്കെന്തർഹതയാണ്, നമുക്കെന്തവകാശമാണ്? അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ കാരുണ്യവും എല്ലാം നിറഞ്ഞ അള്ളാഹുവിന്റെ ദീൻ ഒരു മണിക്കൂർ നേരത്തേക്ക്, ഒരു സെക്കൻഡ് നേരത്തേക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ മാത്രം എന്ത് യോഗ്യത, എന്ത് അർഹതയാണ് നാം കൈവരിച്ചിട്ടുള്ളത്? ദുന്യാവിന്റെ നിയമങ്ങളെക്കാൾ ഏറ്റവും പ്രധാനം ആഖിറത്തിലേക്കുള്ള മതനിയമങ്ങളാണെന്ന ബോധം സഹോദരങ്ങളെ എവിടെയും നഷ്ടപ്പെടാൻ പാടില്ല. മരണ വീട്ടിൽ 4 ആളുകൾ കൂടുന്നിടത്ത് ഈമാനും, കല്യാണ വീട്ടിൽ കുറച്ചാളുകൾ കൂടുന്നിടത്ത് ഈമാനില്ലായ്മയും അത് ഇസ്ലാമല്ല. കുടുംബത്തിന്റെ ഉള്ളിൽ ഈമാനും, അങ്ങാടിക്ക് നടുവിൽ ഈമാൻ വേണ്ടെന്ന് വെക്കലും ഇസ്ലാമല്ല. ജോലിസ്ഥലത്തും പഠിക്കുന്നിടത്തും തോന്നിയതുപോലെ ആകാം, മറ്റുള്ളിടത്ത് നല്ലവനാകാം. അങ്ങനത്തെ ഒരു ഇസ്ലാമില്ല ലോകത്ത്, അങ്ങനത്തെ ഒരു ഇസ്ലാമില്ല. അത് നിഫാഖിന്റെയാണ്, അത് കാപട്യവും കുഫറും നിഷേധമൊക്കെയാണ്, അത് പറ്റൂല. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വറഹ്മതീ, എന്റെ കാരുണ്യം, വസിഅത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിലും വ്യാപിച്ച് പന്തലിച്ച് കിടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫസഅത്തുബുഹാ ലില്ലദീന യത്തഖൂൻ,
അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഞാനത് നിർബന്ധമാക്കി വച്ചിരിക്കുന്നു. റബ്ബിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല. അതാണ് ഏതവസ്ഥയിലും നിലവിലുള്ള വരുമാനം മുടങ്ങിയെന്ന് വെക്കുക. എന്തുള്ളൂ, ഇന്ന് എനിക്ക് വരുമാനമില്ല, അതാ റബ്ബ് തീരുമാനായി. എന്നത്തിനേക്കാളും വരുമാനം കൂടി, എന്നാലോ ഹാവു എന്ന് പറഞ്ഞ് കണ്ണു തള്ളി ആകെ അത്ഭുതപ്പെട്ട് നിലം തൊടാതെ ജീവിക്കല്ല. ഇന്നെന്റെ റബ്ബ് ഇത്ര കണക്കാക്കി, കണ്ടോ? അതേ ഉള്ളൂ. എവിടേക്കും തെറ്റല്ല. എന്തേ? ഇത് റബ്ബിനെ സൂക്ഷിക്കുന്നവർക്ക് റബ്ബ് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. തഖ്വ നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ എന്താ അറിയോ? മനുഷ്യർക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയണം. നമ്മളുമായി ഏറ്റവും സഹകരിച്ച് സഹപാഠികളായി ജീവിക്കുന്നവർ മനുഷ്യർ തന്നെയാണല്ലോ. മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കണം, അല്ലെ? ഒരാളുടെ പോക്കറ്റിലുള്ളത് അയാളെ പിറകിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ച് അടിച്ചു മാറ്റുക എന്നത് അത് മനുഷ്യത്താണോ? ആണോ? അത് ഏത് മൃഗത്തിന്റെ സ്വഭാവമായിട്ടാണ് നമ്മൾ കാണുക? അങ്ങനെയൊന്നുണ്ടോ? ഒരാളുടെ വീട്ടിൽ കയറി അയാൾ സമ്പാദിച്ചതും അയാൾ ശേഖരിച്ചതും കവർന്നെടുക്കുക എന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട പണിയാണോ? കള്ളനാവുക എന്നത് കബളിപ്പിച്ചും അതുപോലെ തന്നെ വെട്ടിച്ചും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ പൈസയും സ്ഥലവും മറ്റുമൊക്കെ വാരിക്കോരി എടുക്കുക എന്നത് മനുഷ്യത്വമാണോ സഹോദരങ്ങളെ? അല്ല. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം വാരിക്കൂട്ടുക എന്നത് മനുഷ്യത്വമാണോ? അല്ല. നമ്മളെപ്പോലെ വിശപ്പും ദാഹവും പ്രയാസവും ദുരിതവും സഹിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരുമുണ്ട്. പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ അതാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. ഈ മനുഷ്യത്വം മരവിച്ചു പോയാൽ, അത് മരിച്ചുപോയാൽ പിന്നെ എന്തിനാണ് നമ്മുടെ ജീവിതം? വിശുദ്ധ ഇസ്ലാം നമുക്ക് തന്ന ഏറ്റവും സുന്ദരമായ അധ്യാപനങ്ങളിൽപ്പെട്ടൊരു കാര്യം എന്താ അറിയോ? ഒരടിമ മറ്റൊരടിമയെ സഹായിക്കുന്നതിലാണ് അള്ളാഹുവിന്റെ സഹായം ആ അടിമക്ക് ഉണ്ടാകുക എന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ സാഹിത്യകാരനോ കവിയോ പറഞ്ഞ വാക്കല്ല. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഉത്തമരായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന അതിമഹത്തായ ഒരു സന്ദേശമാണ്. ഇനി ലോകത്താര് ഇതുപോലത്തെ ഒരു വാക്ക് പറഞ്ഞാലും ഈ വാക്കിന്റെ താഴെയാണ് അതൊക്കെ. എന്തേ കാരണം? ലോകത്തിന്റെ റബ്ബാണ് ഇതറിയിച്ചത്. അല്ലാഹു തന്നെയാണ് ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി എന്നാണ്. തന്റെ സഹോദരനെ സഹായിക്കുന്നതിലാണ് അള്ളാഹുവിന്റെ സഹായം അയാൾക്കുണ്ടാവുക. അയൽവാസി സഹോദരനാണ്. ആരാകട്ടെ മനുഷ്യൻ എന്ന നിലക്ക് സഹോദരനാണ്. കൂട്ടുകുടുംബത്തിലുള്ളവർ സഹോദരങ്ങളാണ്. നാട്ടിലുള്ളവർ സഹോദരങ്ങളാണ്. കൂട്ടുകാരും സഹപാഠികളും സഹപ്രവർത്തകരും ഒക്കെ സഹോദരങ്ങളാണ്. അത് ക്ലബിൽ മാത്രമല്ല, വരാന്തയിൽ പേടിയക്കൊലായിൽ മാത്രമല്ല, അങ്ങാടിയിൽ കാണുമ്പോൾ മാത്രമല്ല, അയൽവാസിയുടെ വീടിന്റെ മുറ്റത്തോ ഉമ്മറത്തോ മാത്രമല്ല. സഹോദരങ്ങളെ, അത് എല്ലായിടത്തും നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു 10 രൂപ, നമ്മുടെ ഒരു 100 രൂപ ആവശ്യമായ ഒരു ഘട്ടമാണോ, അവിടേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അന്വേഷണങ്ങൾ വേണം. അത് വ്യക്തിപരമായ അന്വേഷണങ്ങൾ വേണം. ഒരു ചിരിയൊതുക്കി സുഖല്ലേ എന്ന് ചോദിച്ചു പോകല്ല. എന്താണക്ക്? ഒരു ഉഷാറില്ലല്ലോ. ആ ഉഷാറില്ലായ്മയുടെ കാരണം തേടി പോകണം, ചോദിച്ച് കണ്ടെത്തണം. ഒരുപക്ഷെ അന്നത്തെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ പോലും കാശില്ലാതെ സങ്കടം മനസ്സിലൊതുക്കി നിൽക്കാക്കാരോ, അവനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യലഉല്ലാഹു റഹ്മതഹു ഇല്ലാ അലാ റഹീം. പരസ്പരം കരുണ കാണിക്കുന്നവർക്കല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞു, കുല്ലുനാ യർഹം, പ്രവാചകരെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബിറഹ്മതി അഹദികും സാഹിബഹു,
നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെന്ന് മാത്രമല്ല, യുർഹമുന്നാസു കാഫ, ജനങ്ങൾ മുഴുക്കെ കരുണ കാണിക്കപ്പെടണം. ഏതെങ്കിലും ഒരു നാട്ടിൽ, ഒരു മൂലയിൽ, ഒരു സ്ഥലത്ത് 10 ആളുകൾ 100 ആളുകൾ സംഘടിച്ചുകൊണ്ട് മാത്രമല്ല, ഇത് വ്യാപിക്കണം, സർവരിലും ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറ്റാണ്ടുകൾക്കപ്പുറം സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഖാബ അബ്ദുൻ, ഒരടിമ പരാജയപ്പെട്ടിരിക്കുന്നു, വഖസിറ, അവൻ നഷ്ടത്തിലാണ്. എങ്ങനെയുള്ള അടിമ? ലം യജ്അലില്ലാഹു ഫീ ഖൽബിഹി റഹ്മത്തൻ ലിൽ ബശർ, മനുഷ്യനോട് കരുണ മനസ്സിലില്ലാത്തവൻ, കരുണ വറ്റിയ ഉണങ്ങി വരണ്ട ഒരുത്തൻ, അങ്ങനത്തെ ഒരാൾ നശിച്ചിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊക്കെ എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പണ് മനസ്സിലാകാനാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ മുങ്ങിക്കുളിച്ച് മൂടി അതിന്റെ മുകളിലേക്ക് ഉയർന്നു വന്ന് ഹാവു മേലെ എത്തി എന്ന് പറയാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ റഹ്മത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. അത് മനസ്സിലാകാനാണ് വിശുദ്ധ ഇസ്ലാം ഈ നിലക്കുള്ള അധ്യാപനങ്ങൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, വിശുദ്ധമാക്കാൻ, വിമലീകരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ള റഹ്മത്ത്, കാരുണ്യം, അതിനെ ഏത് രൂപത്തിലാണ് കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമായി അവൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് റഹ്മത്ത്, കാരുണ്യം എന്നത്. അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, ഉത്തമമായ വിശേഷണങ്ങളും ഉണ്ട്. എല്ലാ വിശേഷണങ്ങളും അറിയിക്കുന്ന നാമങ്ങളുണ്ട്. അതിൽ അർ റഹ്മാൻ, അർ റഹീം 2 നാമങ്ങളാണ്. പരമകാരുണികനാണ് അല്ലാഹ്. ഇവിടെ ഏത് കോലത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും അല്ല കണക്കാക്കിയ ഒന്ന് കിട്ടുന്നുണ്ട്. അല്ല കണക്കാക്കിയത് കിട്ടുന്നുണ്ട്, കണക്കാക്കാത്തത് കിട്ടൂല. എന്നാൽ പരലോകത്ത് അതൊരിക്കലും സാധ്യമല്ല. പരലോകത്ത് റഹീമായ അള്ളാഹുവിനെയാണ് കാണാൻ കഴിയുക. അഥവാ ഇവിടെ റബ്ബിനെ മറക്കാതെ അവനെ ഓർത്ത് അനുസരിച്ച് അവന് നന്ദി കാണിച്ച് ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് റഹീമാണ്. അവിടെ പരമകാരുണ്യകനല്ല. കാഫിറും ഫാസിഖും മുനാഫിഖും ഒക്കെ ആയി ഇങ്ങനെ ഞെളിഞ്ഞു വന്ന ആളുകളെ സ്വീകരിച്ചിരുത്തുന്ന പണിയല്ല പരലോകത്ത്. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. ചില ആൾക്കാർ പറയും, ഇവിടെ പത്തര കിട്ടിയില്ലേ, ഇനിയിപ്പോ എന്താ, ഞാൻ മരിച്ചു പോകണം, മരിച്ചു പോയാൽ പിന്നെന്താ, മണ്ണിക്കൽ ചേർന്നാൽ പിന്നെ ഒന്നുമില്ലല്ലോ എന്നാണ് ഓലെ കാഴ്ചപ്പാട്. പക്ഷെ അങ്ങനല്ലല്ലോ. മരിക്കുന്ന നിമിഷമാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അവിടേക്കുള്ളൊരു കുറഞ്ഞ കാലല്ലേ ഈ 60, 40, 65, 100, 90 ഒക്കെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ മരണമില്ലാത്ത, അറ്റമില്ലാത്ത ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ധാരാളമായി കിട്ടി അവൻ ഒരുക്കിയിട്ടുള്ള കാരുണ്യത്തിന്റെ വിശാലമായ ലോകം, കൺകുളിർമയുടെ ലോകം, സ്വർഗം എന്നത് നേടാനും അതിൽ വസിക്കുന്നവരായി കഴിയുന്നവരായി മാറാനും വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ, വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, പണ്ഡിതന്മാർ, വിശ്വാസികൾ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.